ഹായ്, വെൽക്കം ടു അനദർ വ്ളോഗ്. എല്ലാവരെയും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനും നല്ല സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ളൊരു മെയിൻ കാരണം, ഞാനൊരു വെയിറ്റ് ലോസ് ചാലഞ്ച് കഴിഞ്ഞ മാസം സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഒരു 45 ഡേയ്സ് വെയിറ്റ് ലോസ് ചാലഞ്ച്. അങ്ങനെ അതൊരു 39 ഒക്കെ ആയപ്പോൾ ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു. അതായത് ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ പ്രമാണിച്ച് ഞാനൊരു 24th ആയപ്പോൾ ബ്രേക്ക് എടുത്തു. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ബാംഗ്ലൂരായിരുന്നു ഈ ഒരു സമയത്ത്. അപ്പം കുറേ അധികം ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്തു. അപ്പം അത് കണ്ടിട്ടാണോ എന്ന് എനിക്കറിയില്ല, ആരോ ചോദിച്ചു വെയിറ്റ് ഗെയിൻ ചാലഞ്ച് ആണോ എന്ന്. വെയിറ്റ് ഗെയിൻ ചാലഞ്ച് ഒന്നും അല്ല, ഞാനൊരു ബ്രേക്ക് എടുത്തതാണത്. അപ്പം ഈ ഒരു ജേർണി ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 80 kg ആയിരുന്നു. അപ്പോൾ അതെല്ലാം ഞാൻ എൻ്റെ ഒരു പ്രീവിയസ് വീഡിയോയിൽ പറയുന്നുണ്ട്. അങ്ങനെ ഞാനത് 70 ആക്കി. വീണ്ടും ഒരു ട്രിപ്പിന് ശേഷം അത് 72 ആയി. അപ്പോൾ 72 ആയപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഓക്കെ ഒരു ചലഞ്ച് പോലെ ചെയ്യാം എന്നുള്ളത്. അങ്ങനെ ആ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഒരു 1 വീക്ക് കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് ഞാൻ 70 പഴയ ബാക്ക് ടു ആ ഒരു വെയിറ്റ് ആയി, 70 ആയി. എന്നാലും നമ്മുടെ ഐഡിയൽ വെയിറ്റ് ഒന്നും എത്തിയിട്ടില്ല. ഐഡിയൽ വെയിറ്റ് ഒരു 64-നുള്ളിൽ വരണം. അപ്പോൾ അങ്ങനെ 70 ആയി. പക്ഷേ സന്തോഷം. അതിനുശേഷം വീണ്ടും ഞാനത് കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ അതൊരു ഡിസംബർ 18, 19 ഒക്കെ ആയപ്പോൾ അത് 66.6 ആയി. അപ്പോൾ എന്തെന്നില്ലാത്തൊരു സന്തോഷമൊക്കെ വന്നു. അങ്ങനെയാണ് ഇപ്പോൾ എല്ലാവരും, നമുക്കറിയാം, ക്രിസ്മസ് ഒക്കെ ആകുമ്പോൾ നമുക്ക് കസിൻസ്, റിലേറ്റീവ്സ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മീറ്റ് ചെയ്യുകയും നമ്മൾ ഭക്ഷണം ഒക്കെ കഴിക്കുകയൊക്കെ ചെയ്യും. അപ്പം അങ്ങനെ അത് പ്രമാണിച്ചിട്ടാണ് ഞാനൊരു ബ്രേക്ക് എടുത്തത്. അങ്ങനെ ബ്രേക്ക് എടുത്ത് തിരിച്ച് നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കി, അന്ന് ഫസ്റ്റ് ഡേ നോക്കിയപ്പോൾ 69.3 ആയിരുന്നു വെയിറ്റ്. 69.3, 69.6 ഏതാണ്ട്, 69-ലാണ് നിൽക്കുന്നത്. അങ്ങനെ ഞാൻ വീണ്ടും ബാക്ക് ടു മൈ ആ ഒരു ഡയറ്റും ഒക്കെ ആയി വന്നു കഴിഞ്ഞ് നോക്കിയപ്പോൾ, അതായത് ഇന്ന് ഞാൻ നോക്കിയപ്പോൾ അത് 68.6 അങ്ങനെ എങ്ങാണ്ടായി, 68 സംതിങ്. അപ്പോൾ ഐ എം സോ ഹാപ്പി. അതായത് വീണ്ടും ആ ഒരു ഷോർട്ട് സ്പാൻ ഓഫ് ടൈം, അതായത് ഞാൻ ആ എടുത്ത ബ്രേക്കിൻ്റെ ആ സമയത്തും ഞാൻ വിചാരിച്ചൊരു 70 അല്ലെങ്കിൽ 71 ആകും എന്നുള്ളൊരു കണക്കൂട്ടിലായിരുന്നു ഇരുന്നത്. പക്ഷെ എന്നിരുന്നാലും വെയിറ്റ് ഒന്നും കൂടിയില്ല. എന്നുവെച്ചാൽ കൂടി, പക്ഷെ നോട്ട് 70 ഓർ നോട്ട് അബവ് 70. അപ്പോൾ എന്തോ എവിടെ ഒരു സന്തോഷം എനിക്ക് തോന്നി. അതേപോലെ തന്നെ കുറച്ചധികം കാര്യങ്ങൾ എനിക്കൊരു വെയിറ്റ് ലോസ് ചാലഞ്ചിൽ നിന്ന് മനസ്സിലായ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ബോഡി ശരിക്കും ഒരു സംഭവം, ഒരു മാജിക്കലാണ് നമ്മുടെ ബോഡി എന്ന് എനിക്ക് എവിടെയോ തോന്നി. നേരത്തെ ഒന്നും അങ്ങനെ നമ്മളങ്ങനെ നോട്ടീസ് ചെയ്തിട്ടില്ല, അവെയറും ആയിരുന്നില്ല. പക്ഷെ ഇപ്പോൾ കുറച്ചധികം നമ്മൾ ശ്രദ്ധ കൊടുക്കാൻ തുടങ്ങിയപ്പോഴാണ് ബോഡിയുടെ ആ ഒരു, എന്താ പറയുന്ന, ഒരു മാജിക്കിനെ പറ്റി നമുക്കത് മനസ്സിലാവുന്നത്. ലവ് യുവർ ബോഡി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും അതൊന്നും പ്രാക്ടിക്കലായിട്ട്, അല്ലെങ്കിൽ നമ്മളത് മനസ്സിനെ ഇരുത്തി അങ്ങനെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. ഇപ്പോൾ പണ്ടൊക്കെയാണെങ്കിൽ വെയിറ്റ് കുറയാനൊന്നും പോകുന്നില്ല, ഇതിങ്ങനെ തന്നെ ആയിരിക്കും. ഇനി ഡെലിവറി കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പണ്ടത്തെ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ അത് മസ്റ്റാണ്. ഓക്കെ, വെയിറ്റ് അങ്ങനെയുണ്ട്, കുറയാനും പോകുന്നില്ല, ഇതിനി അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും എന്നൊരു ധാരണയായിരുന്നു. പക്ഷെ നമ്മൾ എഫേർട്ട് ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ ബോഡി അതിനനുസരിച്ച് മാറുന്നത് കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു അത്ഭുതം തോന്നും, എന്ത് അടിപൊളിയാണ് നമ്മുടെ ബോഡി എന്നുള്ളത്. സോ ലവ് യുവർ ബോഡി. നമ്മളുടെ ബോഡി വളരെ പ്രഷ്യസ് ആണ്, ഒരു സംഭവം തന്നെയാണ്. പിന്നെ എനിക്ക് ഫീൽ ചെയ്തത് നമ്മുടെ ഓരോ ഗ്രാമും, അതായത് ഇപ്പം നമ്മൾ ഇത്രയും കഴിച്ചു, ഇപ്പം ഈ ഒരു സ്വീറ്റ്സ് കഴിച്ചു, അതേപോലെ ബിരിയാണി, അപ്പം, ഇതെല്ലാം ഈ ഒരു ക്രിസ്മസ് ഈ ഒരു സമയത്ത് കഴിച്ചു. അപ്പോൾ നമ്മൾ വിചാരിക്കും ഓരോ കിലോ കൂടുന്നേ എന്നൊരു ചിന്ത ഇവിടെ. ഇപ്പം ഞാൻ ചില സമയത്ത് ഞാൻ ആലോചിക്കും, എനിക്ക് അങ്ങനെ ടെൻഷൻ അടിക്കേണ്ടൊന്നും ഒരു ആവശ്യമില്ല. കാര്യം അങ്ങനെ ടെൻഷൻ അടിച്ചത് കൊണ്ട് നമുക്കൊരു പ്രയോജനവും ഇല്ല. പക്ഷെ എന്നിരുന്നാലും മനുഷ്യൻ്റെ കാര്യം ആയതുകൊണ്ട് തന്നെ എൻ്റെ 1 കിലോ കൂടി കാണുമോ എന്നൊരു ചിന്ത എനിക്ക് എവിടോ വന്നു. പക്ഷെ ഓരോ ഗ്രാമും ഇസ് വെരി പ്രഷ്യസ്. പിന്നെ എനിക്ക് മനസ്സിലായൊരു കാര്യം, ആസ് യൂഷ്വൽ വെള്ളം കുടിക്കുന്നത് വർക്ക്സ് ലൈക്ക് മാജിക്. ഓരോ 20 കിലോയ്ക്കും 1 ലിറ്റർ വെള്ളം വെച്ച് കുടിക്കുക. അപ്പം 3 ലിറ്റർ വെള്ളം കുടിക്കാൻ എനിക്ക് ആദ്യം നല്ല പാടായിരുന്നു. അപ്പം വെള്ളം കുടിച്ചില്ലെങ്കിലാണ് നമുക്കൊരു വെള്ളം കുടിച്ചില്ലല്ലോ, വെള്ളം കുടിക്കാനുണ്ടല്ലോ എന്നൊരു ചിന്ത എപ്പോഴും നമുക്കിങ്ങനെ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ബോട്ടിൽ ഇങ്ങനെ കൊണ്ട് നടക്കുകയാണ്. ഇനി
ഇത്രയും കൂടെ വെള്ളം ഈ ഒരു ദിവസം കുടിച്ചു തീർക്കാനുണ്ട്. അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്, മാജിക്കലാണ് വെള്ളം കുടിക്കുന്നത്. നമ്മുടെ ബോഡിയിലെ ടോക്സിൻസ് ഒക്കെ കളയാൻ നമ്മളെ നല്ലപോലെ ഹെൽപ്പ്. അതേപോലെ തന്നെ ഓരോ ആൾക്കാർക്കും ഓരോ തരത്തിലുള്ള ഫുഡായിരിക്കും പറ്റുന്നുണ്ടാവുക. ഇപ്പം നമുക്കറിയാം എഗ്ഗ് കഴിക്കുന്നത് പ്രോട്ടീനാണ്, നമുക്ക് നല്ലതാണ്. പക്ഷേ ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരു ദിവസം 2 എഗ്ഗ് കഴിക്കാൻ എൻ്റെ ശരീരത്തിന് അത് പറ്റില്ല. കാര്യം ബുദ്ധിമുട്ടുകൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ ഒരു ദിവസം 1 എഗ്ഗേ കഴിക്കത്തുള്ളൂ. അപ്പോൾ ഓരോ ഇൻഡിവിജ്വലിനും ഓരോ രീതിയിലായിരിക്കും ആളുടെ ഒരു ഫുഡ് കഴിക്കേണ്ട പാറ്റേണും. ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ട് കഴിഞ്ഞ ദിവസം എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു. ആള് മില്ലറ്റ് 3 നേരം കഴിച്ചിരുന്നു. അപ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ആൾക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പം നമുക്കറിയാൻ പറ്റില്ല എങ്ങനെയായിരിക്കും ഓരോരുത്തർക്കും ഓരോ ഫുഡ് എഫക്റ്റ് ചെയ്യുക എന്നുള്ളത്. ഇപ്പം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ 2 3 മുട്ട കഴിക്കുന്നവരുണ്ട്. പ്രോട്ടീനാണ് എങ്കിൽ പോലും നമുക്ക് അമിതമായിട്ട് എല്ലാവർക്കും എല്ലാം കഴിക്കാൻ ഒരു ലിമിറ്റിൽ കൂടുതൽ പറ്റണം എന്നുമില്ല. ഇപ്പോൾ ചില ഫുഡ് ചിലർക്ക് പറ്റത്തുള്ളൂ. ഇപ്പോൾ ചിലപ്പോൾ ഡയറി പ്രോഡക്ട്സ് ചിലർക്ക് പറ്റില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് ഓരോരുത്തർക്കും എന്താണോ നമ്മുടെ ബോഡിക്ക് പറ്റുന്നത് അതിനനുസരിച്ച് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഇഫക്റ്റ് ഉണ്ടാവത്തുള്ളൂ. വർക്കൗട്ട് ചെയ്യുന്നതും നമ്മുടെ വെയിറ്റ് ലോസിനെ അതിൻ്റെ സ്പീഡ് എളുപ്പത്തിലാക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും വർക്കൗട്ട്. ഈവൻ നമുക്കിപ്പോൾ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നില്ല ഇല്ലെങ്കിലും നമുക്ക് അറ്റ്ലീസ്റ്റ് വാക്കിംഗ് ഇറ്റ് ഹെൽപ്സ്. നമുക്ക് 10,000 സ്റ്റെപ്സ് ഒക്കെ നമുക്ക് കൗണ്ട് ചെയ്ത് നമുക്ക് നോക്കാം. അപ്പം ദാറ്റ് ഓൾസോ റിയലി ഹെൽപ്സ്. അപ്പം അങ്ങനെ ഇത്രയും കാര്യങ്ങളാണ് മെയിൻലി എനിക്ക് എൻ്റെ ഒരു വെയിറ്റ് ലോസ് ചാലഞ്ച് ഈ ഒരു ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ നിന്ന് കുറച്ച് കാര്യങ്ങളായിട്ട് എനിക്ക് മനസ്സിലായത്. പിന്നെ നമ്മൾ ബി ഹാപ്പി. നമ്മൾ ഏറ്റവും സന്തോഷമായിട്ട് ഇരിക്കുക. ഈ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തവരും സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും എല്ലാം സന്തോഷത്തോടെ ഈ ഒരു പ്രോസസ്സ് എൻജോയ് ചെയ്യുക. എന്താണെങ്കിലും റിസൾട്ട് ഉണ്ടായിരിക്കും. ഈവൻ നമ്മൾ എടുക്കുന്ന ഒരു മൈന്യൂട്ട് സ്റ്റെപ്പ് പോലും ആണെങ്കിൽ അതിനൊരു എഫക്റ്റ് നമ്മുടെ ബോഡിയിൽ ഒക്കെ ഉണ്ടാവും. അപ്പം ഞാൻ ഒരു ഫേസിൽ ഞാൻ വിചാരിച്ചത് എൻ്റെ വെയിറ്റ് കുറയാനേ പോകുന്നില്ല. പക്ഷെ നമ്മൾ എഫേർട്ട് ഇടുമ്പോൾ ഈവൻ ഒരു ടൈനി എഫേർട്ട് ആണെങ്കിൽ പോലും ആ ഒരു എഫക്റ്റ് നമുക്ക് നമ്മുടെ ബോഡിയിലും എല്ലാം നമുക്ക് കാണാൻ പറ്റും. ആൻഡ് അബവ് ഓൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ നിൽക്കുവാണ് എങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു ചേഞ്ച് നമുക്ക് കുറച്ചധികം വേഗത്തിൽ ചെയ്യാൻ പറ്റും. പിന്നെ ചില സമയത്ത് നമുക്ക് ഗിൽറ്റി ഫീലിംഗ് ഒക്കെ വരും, അയ്യോ ഞാൻ ആ മധുരം കഴിച്ചു. ഇപ്പം എന്നിരുന്നാലും ജസ്റ്റ് മൂവ് ഓൺ. നമ്മളങ്ങനെ മുന്നോട്ട് പൊയ്ക്കൊണ്ടേ ഇരിക്കുക. ഉറപ്പായിട്ടും ഇത് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. എനിക്ക് പറ്റുമെങ്കിൽ ആർക്കും പറ്റും. ആൻഡ് ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ഇൻ ബിറ്റ്വീൻ എൻ്റെ ലിപ്സ്റ്റിക് ഏതാണെന്ന് ആരോ ചോദിച്ചിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഉപയോഗിച്ചത്. ഇതാണ് ലോക്ഡ് കിസ് ഇങ്ക് മാക്കിൻ്റെ ഈ ഒരു ലിപ്സ്റ്റിക്കാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഓൾമോസ്റ്റ് തീർന്നു. ഇനിയിപ്പോൾ ഇത് പുതിയത് വാങ്ങിക്കണം. ഇപ്പം ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഷുഗറിൻ്റെ ഒരു ലിപ്സ്റ്റിക്ക്. ഓക്കെ, സോ താങ്ക് യു. ബൈ.